പ്ലാവിന്റെ ചോട്ടിലാ കിടന്നത്. വല്ല വിഷജന്തുക്കൾ കടിച്ചാൽ എന്ത് ചെയ്യും എന്റെ ദൈവമേ? പിന്നെ അച്ഛനെ കടിച്ചാൽ പാമ്പ് ചാകും. അതൊക്കെ പോട്ടെ, എനിക്ക് ഇത്തിരി കഞ്ഞി വിളമ്പിത്താ. അച്ഛൻ വന്നാൽ പിന്നെ അതുപോലെ കിട്ടില്ല. ശരി, വാ മോളെ. തുറച്ചു നോക്കുന്നേ, ഞാൻ ഒന്നും ഇഷ്ടമായി കാണത്തില്ലായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് കേറി വാ. നാട്ടുകാരെയാണോന്ന് നാണക്കേടായിരിക്കും. ആട്ടെ, മോൻ എന്തിയെ? രാത്രിയായാലും എന്തോ തെണ്ടി തിരിഞ്ഞ് പണി. എന്റെ മോൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിരിക്കുക. അവൻ കൊണ്ടിരുന്ന കാശ് കൊണ്ട് ഈ കുടുംബം പോകുന്നത്. നിങ്ങൾക്ക് കള്ളു കുടിച്ചിരുന്നാ മതിയല്ലോ. ഇതുവല്ല നിങ്ങൾ അറിയുന്നുണ്ടോ? അവളുടെ ഒരു മോൻ, ഞാൻ വെറും പുഴു. ലിയോടി മാറി നിക്കടി അങ്ങോട്ട്. മാറി നിക്കടി. അമ്മേ, ഇന്നലെ രാത്രി നീ എവിടെ പോയി? അത് അമ്മേ, ഇന്നലെ രാത്രി കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു. നാളെ കൂടി ബാങ്കിൽ പണം അടച്ചില്ലെങ്കിൽ നമ്മുടെ വീട് ജപ്തി ചെയ്യില്ലേ? ഈ വീടും കൂടെ നഷ്ടപ്പെട്ടാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നിനക്കെങ്കിലും ജപ്തിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ മോനെ. നിന്റെ അച്ഛൻ അയാൾ കള്ളു കുടിച്ച് അടക്കുമല്ലേ. ഇന്നലെ കൂടി എന്നെ ഒന്ന് ഒരുപാട് തല്ലി. അയാളെ ഞാൻ എന്ത് കൊല്ലും? എന്റെ അമ്മയുടെ ദേഹത്ത് തുടരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എവിടെയാ? സത്യം പറ, ചേട്ടൻ എന്താ ജോലി? ഈ രാത്രിയിലത്തെ ജോലിയൊന്നും അത്ര നല്ലതല്ല കേട്ടോ. നീ വലിയ ആളൊന്നും വേണ്ട. ഞാൻ കൂടി കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീട് പട്ടിണിയാവും. അതറിയുമോ നിനക്ക്? നന്നായിട്ട് പഠിച്ചതാവൻ ഇപ്പൊ ജോലിക്ക് പോകുന്നു. എത്ര അധ്വാനിക്കുമോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ. നമ്മുടെ അച്ഛൻ നേരെയായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. മോനെ, ഈ രാത്രിയിലത്തെ ജോലി നമുക്ക് വേണ്ടടാ. സന്ധ്യയാകുമ്പോ വരുന്ന ജോലി മതി. അമ്മ വിഷമിക്കേണ്ട. നാളെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പണം അടയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഈ വീടിന്റെ ജപ്തി നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അത് കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് നമ്മളെ ആർക്കും പുറത്തെടുക്കാൻ കഴിയില്ല. അതുവരെ എനിക്ക് ഈ ജോലിയിൽ സഹിച്ചു നിന്നേ പറ്റൂ അമ്മേ. അപ്പോ നീ ഇപ്പൊ ചെയ്യുന്ന ജോലിക്ക് വല്ല കുഴപ്പമുണ്ടോ മോനെ? ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പൊ അതേ പറ്റിയൊന്നും ആലോചിക്കണ്ട. എനിക്ക് നന്നേ വിശക്കുന്നു. വല്ലതെന്താ? വാ മോനെ. അച്ഛൻ എന്തായി കാണിക്കുന്നത്? ഇതിന്റെ ദോഷവശങ്ങൾ വല്ലതും അച്ഛൻ അറിയാമോ? അച്ഛ ഈ മദ്യപാനം പോവലും മൂലം എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുന്ന അറിയാമോ? വല്ല പ്രയോജനമുണ്ടോ? അച്ഛാ, ഈ മദ്യപാനം കൊണ്ട് നമ്മുടെ കര നശിക്കില്ല അച്ഛാ. അല്പം നേരത്തെ സുഖത്തിന് വേണ്ടി. എന്നാൽ ഇത് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ജീവിത അവസാനം വരെ ദുരന്തങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അച്ഛാ, ഈ കള്ളു കുടിക്കുന്നതിൽ കൂടെ നമ്മുടെ കരൾ നശിക്കില്ല അച്ഛാ. മഞ്ഞപ്പിത്തം, കരൾ രോഗം, അവസാനം നമ്മുടെ തലച്ചോറിനെ വരെ ബാധിച്ച് അച്ഛനെ ഒരു വിഷാദ രോഗിയായി മാറ്റും. അതറിയുമോ അച്ഛനെ? നീ മിണ്ട പോ. അച്ഛാ, ഈ പുകവലി മൂലം ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകും. ആസ്മ, വലിവ്, ഒടുവിൽ ക്യാൻസർ. നമുക്കിത് വേണ്ട അച്ഛാ. അച്ഛാ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാവാതെ അവസാനം അച്ഛൻ നരകിച്ച് മരിക്കും. അതായിരിക്കും അച്ഛന്റെ തീയതി. അതായിരിക്കും അച്ഛന്റെ അവസാനം. അച്ഛൻ അറിയോ, ഇത് ഈ കിട്ടുന്ന സന്തോഷം സുഖമൊന്നും നീണ്ടു നിൽക്കില്ല. അത് അച്ഛൻ അറിയാമോ? നമ്മൾക്ക് ഉണ്ടാകുന്ന സന്തോഷം കൊണ്ട് ഉള്ള ജീവിതം നമുക്ക് ജീവിച്ചുകൂടാ അച്ഛാ. സന്തോഷത്തോടെ, സമാധാനത്തോടെ. കണ്ടില്ലേ, നമ്മുടെ മക്കള് പറഞ്ഞ എന്ത് ശരിയാ. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നമ്മൾ മുമ്പ് എത്ര സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചിരുന്നത്. അന്ന് നിങ്ങൾ പറയാല്ലേ നമ്മുടെ മക്കളെ വളർത്തി വലിയ നിലയിൽ എത്തിക്കണമെന്ന്. നിങ്ങൾ ഇതൊക്കെ മറന്നുപോയോ? മറന്നിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല. ഒന്നും മറക്കാനും കഴിയത്തില്ല. എന്നാൽ ഞാൻ ഇതിന്റെ വലയത്തെ വീട് പോയി. എനിക്ക് ഒരു ദിവസം പോലും കുടിക്കാതെ പറ്റത്തില്ല. എന്താണ്, ദേഹം അങ്ങ് തളരുന്ന പോലെ തോന്നുക. എന്നെ ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകുക. എനിക്ക് കുടിച്ചേ പറ്റൂ. ഞാൻ പോവാ. അച്ഛനെ വീട്ടേക്ക് മോളെ. അച്ഛനെ എത്ര പെട്ടെന്നൊന്നും നമുക്ക് രക്ഷിക്കാനാവില്ല. ആ ഒരു അവസ്ഥയിലായി നമ്മളുടെ അച്ഛൻ. ഇനി ചികിത്സയുടെ മാത്രമേ നമ്മളുടെ അച്ഛനെ നമുക്ക് രക്ഷിക്കാനാവൂ. അമ്മ വിഷമിക്കേണ്ട. നാളെ പണം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾക്ക് അച്ഛനെ മദ്യപാനികൾ ചികിത്സിക്കുന്നിടത്ത് കൊണ്ടുപോകാം. അവിടെ ആവുമ്പോൾ അവർ നമ്മുടെ അച്ഛനെ നേരെയാക്കും. നമ്മുടെ അച്ഛനെ നമുക്ക് തിരിച്ചു കിട്ടും. ശരി മോനെ, വാ കഴിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന്? ആരാ അത്? അയ്യോ, കൊച്ചു മുതലാളിയോ? എന്താണ്? എടാ, എന്റെ അച്ഛൻ നിനക്ക് തന്ന ബാഗ് എന്തിനാ? അതെന്റെ കയ്യിലില്ല. എടാ, കള്ളം പറയാതെ ഇങ്ങ ഇടറാ. അയ്യോ, സത്യമായിട്ട് മുതലാളി, അതെന്റെ കയ്യിലില്ല.
സത്യമായിട്ടും അത് ഇന്നലെ ഞാൻ കൊടുത്തല്ലോ. എടാ അതില്ല ഞങ്ങൾക്ക് പറ്റത്തില്ലടാ. അയ്യോ സത്യമായിട്ടും ചോദിക്കുന്നത് പ്ലീസ് ഒന്ന് പ്ലീസ് പ്ലീസ്. സത്യമായിട്ടും എൻ്റെ കയ്യിലില്ലത്. അമ്മേ അമ്മേ എന്ത് പറ്റി മോനെ? എന്തായി കൊച്ചിനെ ഇങ്ങനെ കിടക്കുന്നേ? എനിക്കൊന്നും അറിയില്ല അമ്മേ. ഇതെന്താ ഇത്? അമ്മേ, ഇവരെ കണ്ടിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പോലെ ഉണ്ടല്ലോ. അയ്യോ പോലീസ്. പോലീസ്. അയ്യോ എവിടാ മോൻ? എന്റെ മോൻ പാവാ സാർ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താമേ എന്താ സാറേ? അയ്യോ സത്യമായിട്ട് സാർ എന്താണ് ഞാൻ ചെയ്തത്? അത് ഞാൻ ഇന്നലെ ജോലിക്ക് പോയി. അത് മുതലാളി തന്ന പൈസ അത് ടൗണിലുള്ള സാറിന്റെ കയ്യിലാണ് സാറ് കൊടുത്തത്. അത് എനിക്കറിയില്ല. അത് തുറന്നു നോക്കാൻ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. എനിക്ക് തുറന്നു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഓരോ തവണയും കൈമാറിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നരടാ. വലിയ വലിയ മുതലാളികള് കൈക്കൂലി കൊടുത്തൊക്കെ അങ്ങ് ഒതുക്കും. നിന്നെ പോലുള്ള പട്ടിണി പാവങ്ങളാ ഏറ്റവും അവസാനം കുടുങ്ങുന്നത്. എടാ നിന്റെ അച്ഛൻ കള്ളു കുടിച്ച് ഈ വീട് ഇല്ലാതാക്കി. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് നീ മയക്കുമരുന്ന് വിറ്റത്? എത്ര കുടുംബങ്ങളെന്നാ ഇല്ലാതാക്കിയത്? അതിലൂടെ എത്ര ചെറുപ്പക്കാരില്ലാതായത്? സത്യമായിട്ടും അമ്മേ എനിക്കിത് അറിയില്ലായിരുന്നു. കൂടുതൽ പണം തരാമെന്ന് മുതലാളി പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങിയതാണ്. നമ്മളുടെ വീടിനെ പറ്റി മാത്രമേ ഞാൻ അപ്പോൾ ആലോചിച്ചുള്ളൂ. സത്യമായിട്ടും അമ്മേ എനിക്കറിയില്ല. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യാൻ പോയത്? അമ്മേ എന്നോട് ക്ഷമിക്കൂ അമ്മേ. നടക്കടാ. അയ്യോ അമ്മേ. അയ്യോ സാറിന്റെ മോനെ കൊണ്ടുപോകുന്നേ. അയ്യോ എന്താ ഇവിടെ ഒരു ബഹളം? മയക്കുമരുന്ന് കൈമാറ ഉണ്ടെന്ന് ഒരു വാർത്ത കേട്ടിരുന്നു. ഇപ്പോഴേ അവന്മാരെയൊക്കെ കൈ കിട്ടിയത്. അതിനെന്തിനാ എന്റെ മകനെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ബാക്കിയെല്ലാം കോടതി വെച്ച് കാണാം. എന്റെ മകൻ സാറ് സൂക്ഷിച്ചോ. എന്റെ മകൻ ഇതെങ്ങനെ സഹിക്കുമെന്നോ? നിങ്ങൾക്ക് മയക്കുമരുന്ന് വെക്കാം, പാവങ്ങളെ അത് കൊടുക്കാം, നിങ്ങളുടെ മകനെ സ്വന്തമായിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാം. എങ്ങനെ സഹിക്കുമെന്ന്? ഇത് ദൈവം നിങ്ങൾക്ക് ശിക്ഷയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരണം. നിങ്ങൾ അനുഭവിക്കണം. ഈ വീട്ടിൽ എന്തോ പോലീസുകാർക്ക് കാര്യം? ചേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ചേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ കാരണമാണ് ചേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. ഞാൻ കാര്യം പോട്ട് പോട്ട് ആ പോട്ട്. നിങ്ങൾ പറ, ഇതിനാരാണ് ഉത്തരവാദി? അമ്മയും പെങ്ങളും വഴിയാധാരമാകാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജോലിക്ക് പോയ എന്റെ മകനാണോ? അതോ കിട്ടുന്ന കാശ് കള്ളു കുടിച്ച് കളഞ്ഞ് ഈ വീട്ടിലെ ഗൃഹനാഥനാണോ? ഞങ്ങളിനി എന്ത് ചെയ്യും? ഞാനും ഈ മുതിർന്ന മകളും കൂടി ഇനി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ? ഞങ്ങളിനി എന്ത് ചെയ്യും? പ്രിയ ജനങ്ങളെ, ഞങ്ങൾക്ക് ഈ കഥയിലൂടെ പറയാനുള്ളത് ഇതാണ്. മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവ സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവയാണ്. അത് മനസ്സിലാക്കി തുടക്കത്തിൽ തന്നെ സ്നേഹം കൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും.